എല്ലാവരെയും കേൾക്കുക എന്നത് ജനാധിപത്യ രീതി. വ്യത്യസ്ത അഭിപ്രായമുള്ളപ്പോൾ കേൾക്കാൻ തയ്യാറാകണം. രാഷ്ട്രീയം പരസ്യമായി നിലപാട് പറയാനുള്ളത് KSUവിനെ പിന്തുണച്ച് ജിൻഡോ ജോൺ. നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികൾ. അലോഷ്യസ് സേവ്യർ. വിമർശിക്കുന്നവർ മലർന്നു കിടന്ന് തുപ്പുകയും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയുമാണ് ചെയ്യുന്നത്. VD സതീശനെ ന്യായീകരിച്ച് നൗഷാദ് അലി. KSUവിനെതിരായ മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണത്തിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. എല്ലാവരെയും കേൾക്കുക എന്നത് ജനാധിപത്യ രീതിയാണ്. വ്യത്യസ്ത അഭിപ്രായമുള്ളപ്പോൾ കേൾക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ശരിയായില്ലെന്നും ജിൻഡോ ജോൺ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയാൻ KSUവിന് അവകാശമുണ്ടെന്നും ജിൻഡോ ജോൺ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ച് ജിൻഡോ ജോൺ ഫേസ്ബുക്കിലും കുറിച്ചിരുന്നു. RSS പ്രവർത്തകനായ DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിലും പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കും പിന്നാലെയാണ് ജിൻഡോയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. നിയമനം കിട്ടിയവരിൽ പലരും അകന്ന ബന്ധുക്കളുടെ പോലും വിദൂര കോൺഗ്രസ് ബന്ധം ചികയുന്ന തിരക്കിലാണെന്നും കിട്ടിയ പോസ്റ്റിൽ അവർക്ക് എങ്ങനെയെങ്കിലും അള്ളിപ്പിടിച്ചിരിക്കണമല്ലോ എന്നും അദ്ദേഹം കുറിച്ചു. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ ആശങ്കയുണ്ടെന്നും ജിൻഡോ ജോൺ പറഞ്ഞു. ഏത് പാർട്ടിയിലുള്ളവർക്കും UDFിലേക്ക് വരാൻ സ്വാതന്ത്ര്യമുണ്ട്. KSUക്കാരെ മർദ്ദിച്ചവർ അഭിഭാഷകരായി എത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കണം. അങ്ങനെ അല്ലാത്തവർ വരുമ്പോൾ ആശങ്കയുണ്ടാകും. KSUവിന്റെ ആവശ്യം ന്യായമാണ്. രാഷ്ട്രീയം പരസ്യമായ നിലപാട് പറയാനുള്ളതാണ്. അതുകൊണ്ടാണ് താൻ കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും അവകാശമുണ്ട്. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. VD സതീശൻ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ആളാണെന്ന് കരുതാനാവില്ലെന്നും ജിൻഡോ ജോൺ കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു KSUവിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശമുണ്ടായത്. ഗവൺമെന്റ് പ്ലീഡറായി സജീവ RSS ബന്ധമുള്ള വ്യക്തിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു വിമർശനം. തിരുവനന്തപുരത്തെ KSU ആണോ പ്ലീഡറെ നിയമിക്കുന്നതെന്നായിരുന്നു സതീശൻ ചോദിച്ചത്. KSUവിന് പ്ലീഡർ നിയമനത്തിൽ എന്ത് കാര്യമെന്നും സതീശൻ ചോദിച്ചിരുന്നു. ഇതിനു പിന്നാലെ സതീശനെതിരെ തുറന്നടിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രംഗത്തെത്തിയിരുന്നു. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ KSU ആശങ്ക അറിയിച്ചതിൽ എന്താണ് തെറ്റെന്ന് അലോഷ്യസ് ചോദിച്ചിരുന്നു. നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികൾ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെയായിരുന്നു അലോഷ്യസ് പ്രതികരിച്ചത്. വിരൽ ചൂണ്ടുന്ന ഒരു ചിത്രവും അലോഷ്യസ് പങ്കുവച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ പ്രതികരിച്ച് KSU സംസ്ഥാന ട്രഷറർ ആദിൽ KKBയും രംഗത്തെത്തി. മുക്കാൽ പിണറായിയല്ല അധികാരത്തിൽ ഇരുത്തിയതെന്നും KSUവിനെതിരെ പറഞ്ഞതൊക്കെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ആദിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ അലോഷ്യസ് സേവ്യർ ശ്രമം നടത്തിയെങ്കിലും കൂടിക്കാഴ്ചക്ക് അനുമതി നിഷേധിച്ചതും രൂക്ഷ വിമർശനത്തിന് കാരണമായി. ഇതിനിടയിൽ KSUവിനെതിരായ മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിൽ ന്യായീകരണവുമായി KP നൗഷാദ് അലി MLA രംഗത്തെത്തി. KSUവിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ തെറ്റില്ലെന്ന് നൗഷാദ് അലി പറഞ്ഞു. പ്ലീഡർ നിയമനമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ നിയമപരമായി തെറ്റില്ലെന്നും നൗഷാദ് അലി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കൂടുതൽ വിമർശനം ഉയരുന്നതിനിടെയാണ് KP നൗഷാദ് അലിയുടെ ന്യായീകരണം. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവർ ഒറ്റപ്പെടുമെന്നും നൗഷാദ് അലി പറഞ്ഞു. ഇത്തരം വിമർശനങ്ങൾക്ക് ഒരു ചലനവും ഉണ്ടാകില്ല. വിമർശിക്കുന്നവർ മലർന്നു കിടന്ന് തുപ്പുകയും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിന്റെ പരിണിത ഫലം രാഷ്ട്രീയ ആത്മഹൂതിയായിരിക്കും. ചില കോണുകളിൽ നിന്നുണ്ടാകുന്ന അപസ്വരങ്ങൾ വികട സരസ്വതിയായി കാണാമെന്നും നൗഷാദ് അലി പറഞ്ഞു.